ഹായ്, എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നത് കേട്ടോ. ഇന്നലെ ഇത്തിരി കുഴപ്പമൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം മാറി. ഞാനിപ്പം സെൽഫി സ്റ്റാൻഡ് കൈ എടുക്കുന്നത് കേട്ടോ. പിന്നെന്താ, അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചു, ചേച്ചി എങ്ങനെയുണ്ട്, കുറവുണ്ടോ, റെസ്റ്റ് എടുക്കണേ, അതൊക്കെ കേട്ടതിൽ ഒത്തിരി സന്തോഷമുണ്ട്. റെസ്റ്റൊക്കെ എടുത്ത് കുറവുണ്ട്. അപ്പോൾ ക്ലൈമറ്റിൻ്റെ ആയിരിക്കും, ഇത്തിരി ചുമയൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പം ഇച്ചിരി തണുപ്പുണ്ട് കേട്ടോ. അതുപോലെ എൻ്റെ പഴയ കുറേ ആൾക്കാരെയൊക്കെ കാണുന്നില്ല കമൻ്റ് ഇടുന്നേ. റെജി, ലത, പിന്നെ ആരാ, ഇവരൊക്കെ കമൻ്റ് ഇട്ടുകൊണ്ടിരുന്നവർ ഇടാതിരിക്കുമ്പോൾ അവരെ ഞാനൊന്ന് തിരക്കിയതാണ് കേട്ടോ. പിന്നെ ആരാ, ഇന്നലെ ഞാൻ കുറേ ഓർത്തായിരുന്നു കേട്ടോ, ഇപ്പോൾ ഓർക്കുന്നില്ല. അപ്പം ഞാൻ എൻ്റെ സ്ഥിരം എൻ്റെ വീഡിയോ കണ്ടിട്ട് മുടങ്ങാതിടുന്ന കുറേ പേരുണ്ട്. മായ, വിജി, ഗീതേച്ചി, പിന്നെ നമ്മുടെ ജിൽസി, പിന്നെ അറിയിന് പേര് പറഞ്ഞാൽ ഇനി എല്ലാവരും പിണങ്ങും, അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല കേട്ടോ. സ്ഥിരം ഇടുന്ന നമ്മുടെ ഉഷാദേവി, ഇവരൊക്കെ സ്ഥിരം ഏത് വീഡിയോ ഇട്ടാലും എന്തെങ്കിലും വന്നൊരു കമൻ്റ് ഇടും. അത് ഒത്തിരി സന്തോഷമാണ് നമുക്ക് കേട്ടോ. അതുപോലെ ഇടാതിരിക്കുന്നവരുണ്ട്, ബിസി ആണെന്നറിയാം, വല്ലപ്പോഴും ഒന്ന് വന്നൊരു കമൻ്റൊക്കെ ഇടുക കേട്ടോ. നിങ്ങൾ എവിടെ പോയെന്നൊക്കെ ഒന്ന് അറിയണ്ടേ. പ്രൈസാൻ സൗണ്ട് പറ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞാൽ വേണമെങ്കിൽ ഇപ്പം മായ പറയും, ചേച്ചി ഇപ്പം പുതിയോരെയുടെ കാര്യം പറയുന്നത്, പഴയവരുടെ പേര് പറയത്തില്ല. അങ്ങനെ ഒരിക്കലും ഇല്ല മായേ. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പം പറഞ്ഞതെന്ന് പറയുന്നത് ചില ചാനലുകാരുടെയാണ്. അവരൊക്കെ ചിലരൊക്കെ എൻ്റെ വീഡിയോ പണ്ട് കണ്ടവർ പിന്നെ പുതിയ ചാനൽ തുടങ്ങി, പിന്നെ പുതിയ ബിസിനസ് തുടങ്ങി, അങ്ങനെയൊക്കെ ഉള്ളവരുടെ കാര്യം നിങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ വന്ന് പറയുന്നതാണ്, ചാനൽ പോയി കാണണേന്ന് കേട്ടോ. അല്ലാതെ ഞാൻ ഒരിക്കലും പഴയ ആൾക്കാരെ മറക്കത്തില്ല. അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ സത്യസന്ധമായിട്ടാണ് ആൾക്കാരെ സ്നേഹിക്കുന്നത്. എനിക്കൊരു പുറമേ ഒന്ന് കാണിച്ചിട്ട് അകമേ വേറൊന്ന് കാണിക്കുന്ന സ്വഭാവം എനിക്കില്ല. അത് നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും എനിക്കറിയാം. അതുപോലെ എൻ്റെ ജീവിതത്തിൽ പണ്ട് തൊട്ടേ ഉള്ളൊരു സ്വഭാവമാണ്. എന്നെ ആരെങ്കിലും കൂടുതൽ സ്നേഹിച്ചാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ എന്താണെന്നറിയത്തില്ല, നമ്മുടെ കയ്യിൽ തെറ്റൊന്നും കാണത്തില്ലായിരിക്കും, അവർ പിന്നെ നമ്മളോട് മിണ്ടത്തില്ല. അത് ഞാൻ പഠിക്കുന്ന കാലം തൊട്ടേ ഉള്ളതാണ് കേട്ടോ. ഒരു നല്ല ഫ്രണ്ട്സ് എനിക്ക് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ആ ബന്ധം മുറിയും. അതുപോലെ അതാ ഞാൻ പറയുന്നത്, നമ്മൾ ഒരിക്കലും ഞാൻ പഴയ ആൾക്കാരെ മറക്കത്തില്ല. ഇല്ലേ, ഒരു പഴഞ്ചൊല്ലുണ്ട് കേട്ടോ, ഞാൻ മറന്നുപോയി. പുതിയതിനേക്കാൾ നമുക്ക് ഏറ്റവും നല്ലത് പഴയത് തന്നെയാണ്. ഞാനിപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ എല്ലാവരെയും ഒരുപോലെ കാണുന്നത്. ചിലർ എന്നെ സ്നേഹിച്ചിട്ട്, അതുപോലെ തന്നെ ചിലർ വീഡിയോ കണ്ടിട്ട് നമ്മൾ കാരണം അവർ നമ്മൾ കോണ്ടാക്റ്റായിട്ടുണ്ട്, ഇപ്പോൾ ഫോൺ നമ്പറൊക്കെ തന്ന് കോണ്ടാക്റ്റിലുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു ചോദിക്കും, എന്തോ പറ്റി, എന്താ കാണാത്തതുകൊണ്ട്. അപ്പോൾ പറയും ബിസിയാ, ചിലപ്പം വീഡിയോ കാണും, കമൻ്റ് ഇടാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ ഇരിക്കുന്നവർ ഞാനും അങ്ങ് വിശ്വസിച്ചിട്ടുണ്ടേ. അങ്ങനെ ചിലർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചിലരെ ഇവിടെ കണ്ടു അവിടെ കണ്ടു, അതൊക്കെ അവരുടെ ഇഷ്ടം, പോയി കാണുന്നത്. അപ്പോൾ ഈ കമൻ്റ് ഇടാത്തവരൊക്കെ അവിടെ പോയി കമൻ്റ് ഇടുന്നതും എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. പോട്ടെ, നമുക്കെന്തോ വേണം, അവർക്ക് നമ്മളെ മടുത്ത് കാണും, അതായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് ഞാൻ പഴയവരെ മറന്നെന്നുള്ളത്. മായ വെറുതെ ചോദിച്ച തമാശയ്ക്ക് ചോദിച്ചോട്ടെ. മായ എല്ലാ വീഡിയോയ്ക്കും കമൻ്റ് ഇടുന്ന ഒരു കുട്ടിയാണ് മായ. അങ്ങനെ അഖിലാണേലും ഇപ്പോൾ എന്നാന്നേലും ഓടി വന്ന് ഫസ്റ്റ് അടിക്കുന്നത് അഖിൽ മോൻ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പം ഇന്നാണെങ്കിൽ ഞാനാണെങ്കിൽ വീഡിയോ, ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ ഇത്തിരി ബിസിയൊക്കെ ആയിരുന്നു എന്ന്. ഞാൻ ചില ദിവസം കുക്കിങ്, പിന്നെ ഞാൻ ചില ദിവസം ചിന്തിക്കുമോ കുക്കിങ് എന്നൊന്നും ഇവർ കണ്ട് അടുത്തതല്ലേ, അതുകൊണ്ട് കുക്കിങ് ഇന്ന് കാണിക്കണ്ട, അങ്ങനെ ചിലപ്പോൾ ചിന്തിക്കും. അപ്പം ചിലർ പറയും, ചേച്ചി കുഞ്ഞൊരു വീഡിയോ ആണെങ്കിലും ഇടണേന്ന് പറയും, അതുകൊണ്ട് ഇടുന്നേ കേട്ടോ. പിന്നെന്താ, അപ്പോൾ എൻ്റെ പഴയ ആൾക്കാരെ എനിക്ക് വന്ന് കമൻ്റ് ഇട്ടവരൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് വിരോധമുണ്ടോ? എന്താ കമൻ്റ് ഇടാത്ത? വല്ലപ്പോഴും ഒന്നും നിങ്ങളുടെ ഒരു കമൻറ്റും ലൈക്കൊക്കെ അത് ഒത്തിരി നമുക്കൊരു പോസിറ്റീവായിട്ടൊരു തിങ്കിങ് തരാം, വീണ്ടും നമുക്കൊരു വീഡിയോ ഇടണം. അപ്പോൾ ഈ കമൻറ്റും ഇതൊന്നും കണ്ടില്ലെങ്കിൽ നമുക്ക് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു തിങ്കിങ് മനസ്സിൽ വരും. അതുകൊണ്ട് നിങ്ങളാണ് എന്നെ നിലനിർത്തുന്നത്.
അതുകൊണ്ട് എല്ലാവരും നമ്മളെ സഹായിക്കുക. അതുപോലെ ചില പുതിയ ചാനലുകൾ എന്ന് പറയും, ചേച്ചി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞാനൊരു വള്ളാക്കാവാൻ എത്ര നാളുകൊണ്ട് നോക്കിയിരിക്കുക. പക്ഷേ ഇങ്ങനെ ഞാൻ പലപ്പോഴും വീഡിയോയിലൊക്കെ പറയും, അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാതെ ഞാൻ എങ്ങനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്? എന്നെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നല്ല വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം അങ്ങ് നല്ലതെന്ന് ഞാൻ പറയത്തില്ല. നല്ലതായിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ അത് നമുക്ക് നല്ലതാണ്. അപ്പം എനിക്കൊരു ഫേസ്ബുക്ക് പേജുണ്ട്, ബ്യൂട്ടിഫുൾ ലൈഫ്. അതിൽ ഞാൻ ഈ വീഡിയോകളൊക്കെ എടുത്ത് റെസിപ്പികളൊക്കെ ഇടുന്നുണ്ട്. എങ്ങനെയുമൊക്കെ ഒന്ന് മുന്നോട്ട് പോകണ്ടേ. പണ്ട് ആദ്യമായിട്ട് ഞാൻ പറഞ്ഞില്ല ഞാനൊരു നേഴ്സായിരുന്നെന്ന്. അപ്പം കല്യാണം കഴിഞ്ഞ് വന്നോണ്ടേ ഇവിടുത്തെ സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ട് പിന്നെ ജോലിക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ ഉടനെ പൂൾമോനൊക്കെ അങ്ങായി. അങ്ങനെയുള്ള പിന്നെ കുഞ്ഞിനെയും കൊണ്ടൊക്കെ നോക്കാനായിട്ട് ഉള്ള ഇതായിപ്പോയി. അമ്മായിയമ്മ ഇല്ലായിരുന്നല്ലേ. അമ്മായിയമ്മ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് നോക്കുമെന്നുള്ള ഇത് ഉണ്ട് എൻ്റെ മനസ്സിൽ. അപ്പോൾ ഞാൻ ചിന്തിച്ച് നമുക്കൊരു വരുമാനം ഉണ്ടെങ്കിൽ അത്രയും നല്ലതല്ലേ. അന്നെന്നൊക്കെ പറയുന്നത് വെൻസി ചാനൽ തുടങ്ങി 6 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. അന്നൊക്കെ അവളും ഇങ്ങനെയുള്ള അന്നൊക്കെ എന്നുള്ളത് നമുക്ക് ഇങ്ങനെ വീഡിയോ ഇടണമെന്നില്ലായിരുന്നു. വേറെ ഏതെങ്കിലും പിന്നെ ഗൂഗിളിൽ നമ്മളൊരു ഫോട്ടോ എടുത്തിട്ട് നമുക്കിങ്ങനെ പറയുകയൊക്കെ ചെയ്താൽ മതിയായിരുന്നു. പിന്നെ അത് കംപ്ലൈൻ്റ് ഒക്കെ ആയി, കോപ്പിറൈറ്റ് ഒക്കെ ആയി. പിന്നെ നമ്മൾ വീഡിയോ തന്നെ ഇട്ട് കാണിക്കണം എന്നുള്ളൊരു റൂളായി. അപ്പോൾ വെൻസി എന്നോട് പറയാമായിരുന്നു, എടീ നീ ഇങ്ങനെ ഒന്ന് തുടങ്ങ്, പിന്നെ നീ ചില ഷോട്ടുകളൊക്കെ വീഡിയോ എടുത്തതാ, ഞാൻ അത് അപ്ലോഡൊക്കെ ചെയ്യാമെന്ന്. ദൈവമേ, സ്റ്റാർട്ടിങ്ങിൽ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് എങ്ങനെ അത് വീഡിയോ എടുക്കേണ്ടതെന്ന് പോലും അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ എന്തുവാ, ഇപ്പോൾ തുര ആൾക്കാർ യൂട്യൂബല്ലേ. അപ്പം അന്നൊക്കെ ആണെങ്കിൽ വാച്ച് ടൈമും ഒന്നും ഇത്രയും വേണ്ടായിരുന്നു, സബ്സ്ക്രൈബേഴ്സ് ഇത്രയൊന്നും വേണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെയൊക്കെ റൂള് മാറി. അതിനേക്കായൊക്കെ വാച്ച് ടൈം കൂട്ടി, സബ്സ്ക്രൈബേഴ്സ് ഇത്ര വേണമെന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ളൊരു റൂളായിരുന്നു. പക്ഷേ നമ്മളെക്കായൊക്കെ തുടങ്ങിയവരൊക്കെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ആവുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഒരു വീഡിയോ കാണിക്കുന്നതിനൊരു പരിമിതിയുണ്ട്. ചിലരാണെങ്കിൽ അവരുടെ ചിലർക്ക് പിന്നെ ആരാടാ പ്രൈസൻ? ഒരു മിനിറ്റ്, സാധനം ഓർഡർ ചെയ്തായിരുന്നു, അത് വന്നേ. അപ്പം ചിലർക്ക് പാത്രങ്ങൾ കാണാനായിരിക്കും ഇഷ്ടം. അവിടെ വെച്ചാലോ മോനെ, അവിടെ വെച്ചാലോ, ഒന്ന് കിച്ചണിൽ വെച്ചാലോ, കിച്ചണിൽ വെച്ചാലോ. ചിലർക്ക് ഓർണമെന്റ്സ് കാണാനായിരിക്കും ഇഷ്ടം. അതൊക്കെ ഡബ്ബകളില്ല, അതുകൊണ്ട് കാണാൻ താല്പര്യമില്ലാത്തവർ കാണും. പിന്നെ ചിലരുടെ ഹോബി എന്ന് പറയുന്നത് പാത്രങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടി ഇങ്ങനെ കാണിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും പാത്രങ്ങൾ ആവശ്യത്തിനുള്ളതേ ഉള്ളൂ, അല്ലാതെ എടുത്ത് വാങ്ങിച്ചിങ്ങനെ കൂട്ടുന്ന ഒരു ശീലമൊന്നും എനിക്കില്ല. അതുപോലെ ചിലരാണെങ്കിൽ ശരിക്കും സംസാരിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കോമഡി പറഞ്ഞ് ചെയ്ത് വീഡിയോ ചെയ്യും. അപ്പോൾ അതൊന്നും എന്നെ കൊണ്ട് പറ്റുന്നില്ല. അതൊക്കെ കാണാൻ താല്പര്യമുള്ളത് ചിലപ്പോൾ അങ്ങനെയുള്ള വീഡിയോകളായിരിക്കും ഇഷ്ടപ്പെടുന്നത്. അപ്പം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഓരോരുത്തരുടെയും സ്വഭാവം പല രീതിയിലാണ്. അപ്പോൾ എന്നാ കഴിയുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു. അത് താല്പര്യമുള്ള എൻ്റെ പഴയ ആൾക്കാരും ഇപ്പോഴും കാണുന്നുണ്ട്. എനിക്കതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. ഇപ്പോഴും എൻ്റെ കൂടെ അവർ എന്നെ കൊണ്ട് നടക്കുന്നെന്നുള്ളതിൽ. പിന്നെ ഒരു സമയത്ത് നമ്മുടെ വള്ളാക്കാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അല്പമൊക്കെ കൊച്ചു ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് ഒരു ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ടൊന്ന് പോകാനൊരു എന്താ പറയാന്നേ, ഒരു വേടുണ്ട്, ആ വേട് കിട്ടുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ കൊച്ചു ആഗ്രഹങ്ങളുമായിട്ട് ഞാനും പോകുന്നു. ഓരോരുത്തർക്കും അങ്ങനെ പല ആഗ്രഹങ്ങളുണ്ട്. വീഡിയോ ഇടയ്ക്ക് ഞാൻ സൗന്ദര്യം നോക്കുമല്ലോ കേട്ടോ, വീഡിയോ ഇടയ്ക്കേ വെട്ടുന്നു. ഇനിയിപ്പോൾ ചില സമയത്ത് ഇങ്ങനെ ഈ സെൽഫിയിൽ എടുക്കുന്നുണ്ട്, ചിലപ്പോൾ എൻ്റെ സൗണ്ടും ഇതും വ്യത്യാസമായിട്ട് വരും. പിന്നെന്താ, ഇന്ന് ഞാൻ വീഡിയോ കുക്കിംഗ് ഒന്നും കാണിക്കുന്നില്ല. ഇന്ന് ഇതൊക്കെ ഉള്ളു.
മായക്കുട്ടി, എനിക്ക് പഴയ ആൾക്കാരെ ഒന്നും ഞാൻ മറക്കത്തില്ല കേട്ടോ. പുതിയ ആൾക്കാരെ എടുത്ത് പൊക്കുകയല്ല കേട്ടോ. നിങ്ങൾ പോയി കാണുന്നെങ്കിൽ ഒന്ന് കണ്ടോട്ടോ എന്നുള്ള അർത്ഥത്തിൽ അവരുടെ പേരും ചാനലും ഒക്കെ ഒന്ന് പറയുന്നതാണ്. പിന്നെന്തോണ്ട്? പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നേ? എപ്പോഴും ചോദിച്ച് ബോറാക്കുന്നില്ല കേട്ടോ. കൊച്ചൻ പൂർണ്ണൻ സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് വന്ന ഒട്ടനെ 2 ചപ്പാത്തി കഴിച്ചിട്ട് ഓട്ടോ ഓടി ട്യൂഷൻ. അവനിപ്പോൾ റെസ്റ്റേ ഇല്ല, റെസ്റ്റ് കിട്ടുന്നില്ല അങ്ങനെ. അപ്പം ഞാനിപ്പോൾ കടയെ കുറച്ച് ഇന്നലെയും പറയും, ഇപ്പം ഓർക്കുന്നില്ല. ഇപ്പോൾ സാധനങ്ങൾക്കൊക്കെ എന്തോ വിലയല്ലേ. കടലയാന്നേലും പിന്നെന്തുവാ രാജ്മയൊക്കെ നല്ല വില. രാജ്മ ഇവിടെ പോൾമോന് ഭയങ്കര ഇഷ്ടമാണ്, രാജ്മ കറി. അത് ഇപ്പം ഇന്ന് ഞാൻ ചോദിച്ചോണ്ടേ നല്ല വില അതിനും. എല്ലാത്തിനും വിലയാണ്. എന്തോ ചെയ്യും മനുഷ്യരല്ലേ, ജീവിച്ചു പോകുന്നേ ഇങ്ങനെ. ഈ സാധനങ്ങളുടെ വിലയൊന്ന് കുറഞ്ഞാൽ മതിയായിരുന്നു. നാട്ടിലൊക്കെ ആണെങ്കിൽ സപ്ലൈകോയിലൊന്നും സാധനങ്ങളേ ഇല്ലെന്നാണ് പറയുന്നത്. നേരത്തെ ആണെങ്കിൽ എല്ലാം സപ്ലൈകോയിലാണെങ്കിലും മാവേലി സ്റ്റോർ എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പം അതിനൊന്നും സാധനങ്ങളില്ലെന്ന്, പോയിട്ട് വെറുതെ വരുന്നതാണ്. പക്ഷെ എത്രയ്ക്കാന്നേലും എനിക്ക് നാട്ടിൽ ജീവിക്കാനാണ് ഇഷ്ടം. ദൈവഹിതം എന്തെന്ന് വെച്ചാൽ അങ്ങനെ മുന്നോട്ട് പോകും. ചിലരെന്നോട് ചോദിച്ചു, വിജി ഇവിടെ അങ്ങ് സെറ്റിലാവുമെന്നോ, നാട്ടിൽ സെറ്റിലാവുന്നില്ലേന്ന്. നമുക്ക് ആഗ്രഹമുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ആഗ്രഹമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ തക്ക സമയത്ത് ദൈവം നടത്തി തരട്ടെ. നാട്ടിലാണോ ഇവിടാണോ. ഇന്നലെ ആണെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അസുഖം തന്നെ ഞാൻ പറഞ്ഞു, ദൈവമേ എന്തുവാ കുഞ്ഞുങ്ങളൊക്കെ കുഞ്ഞുങ്ങളാന്നേ, ദൈവത്തോട് പ്രാർത്ഥിക്കുക. അയ്യോ, അതാ ഞാൻ ചിന്തിക്കുന്ന, എ സിക്ക് എന്താ തണുപ്പ് വരാത്തേന്ന്. അത് ഫാൻ മൊത്തത്തിലല്ല, ഒരു ഫാൻ എങ്ങാണ്ടേ ഉള്ളൂ. ഞാനിപ്പോൾ ഇപ്പം നോക്കിയപ്പോൾ ഞാനിൽ ഓഫാക്കിയാണ് ചില സമയത്ത് ഇങ്ങനെ ഫാൻ മൊത്തത്തിൽ ഉള്ളത് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ഓഫാവത്തില്ല, അത് ഫാൻ കുറയും. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഇന്നത്തെ ബടബടബടബട നിങ്ങൾ കേൾക്കുന്നെങ്കിൽ കേൾക്കേ. നിങ്ങളെന്തൊക്കെയോ ഇതെന്തുവാ വന്നിരുത് ബടബടബട പറയുന്നത്, ഞങ്ങൾ കേൾക്കാൻ സമയമില്ലെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ഒരു കുഞ്ഞുണ്ടല്ലേ, അല്ല കുഞ്ഞും പോട്ടെ, നമ്മുടെ ജൂലിയാണെങ്കിൽ പറയുന്നത്, ചേച്ചി എൻ്റെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഇരുന്ന് എപ്പോഴും സംസാരിക്കുമെന്ന്. അവൾ കാണാൻ പറ്റത്തില്ലെങ്കിലും അവൾ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഓണാക്കി വെച്ചിട്ടിരുന്ന് കേൾക്കും. അവളും കുറച്ച് ദിവസം കൊണ്ട് കമൻ്റ് ഇടുന്നില്ല. എന്തിയേ ജൂലിയെ, സുഖമാണോ, കുഴപ്പമൊന്നുമില്ലല്ലേ. ഓക്കെ, രാജ്മ താണ്ട ഇതാ കിലോ 160. ഞാനിപ്പോൾ അതാ ബില്ല് നോക്കിയത്, 160 രൂപ. അതുപോലെ കടലയുണ്ടല്ലേ, നമ്മുടെ നാട്ടിൽ ബ്രൗൺ കടലയുണ്ടല്ലേ, അത് വലിയ കടല കിട്ടും. ഇവിടെ കിട്ടുന്നത് കുഞ്ഞു കടലയാണ്. അത് ഈ തോരൻ വെക്കാനൊക്കെ നല്ലതാണ്. ഇവർ പറയുന്നത് വലുത് ഇങ്ങനെ വരാറില്ലെന്നാണ് പറയുന്നത്. പണ്ട് ഞാൻ വാങ്ങിക്കത്തില്ലായിരുന്നു ഈ ചെറുത്. പിന്നെ ഇപ്പം അങ്ങ് യൂസായി. ഇത് കിലോ ഞാൻ 1/2 കിലോ അവന് വേണ്ടി വാങ്ങിച്ചത് ഇച്ചിരി. ഇത് പക്ഷേ ഭയങ്കര പ്രോട്ടീനാണ്. 160 രൂപ. ഇതൊക്കെ 90, 100, 120 കിടന്നതാണ്. ഇപ്പം ഭയങ്കര വിലയായി. എന്ത് ചെയ്യും? ഇന്നത്തെ ബെടുബെട് നിങ്ങൾ കേട്ട് നിങ്ങൾക്ക് ബോറായി അല്ലേ? ഞാനിവിടെ നിർത്തുക കേട്ടോ. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു. ചക്കര ഉമ്മ.